അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെയും സൂചിപ്പിച്ചു വന്നത്, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗം കരസ്ഥമാക്കണമെങ്കിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തി. പലപ്പോഴും പല ആളുകൾക്കും ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അള്ളാഹുവിനെ ഓർക്കണമെന്നും അള്ളാഹുവിന് നന്ദിയുള്ള ഒരടിമയായി ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ പല ആളുകളും പറയുന്ന പ്രശ്നം, എന്തോ ചില കാരണങ്ങളാൽ അതിന് സാധിക്കാറില്ല. എന്താണ് തഖ്വ നേടിയെടുക്കാൻ, ഒരു യഥാർത്ഥ മുത്തഖിയാവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ഒന്നാമതായി ഇസ്ലാം പഠിപ്പിക്കുന്നത് ഖശിയത്തുല്ലാഹി ഫിസ്സിരി വൽ അലാനിയ. നമ്മളൊരു സൂക്ഷ്മതയുള്ള യഥാർത്ഥ ഒരു വിശ്വാസിയാകണമെങ്കിൽ ഒന്നാമതായി നമുക്ക് വേണ്ടത് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനസ്സുണ്ടാകുന്നത്, അള്ളാഹുവിനെ പേടിക്കുന്നൊരു മനസ്സ്. പരസ്യ ജീവിതത്തിൽ നമ്മളെല്ലാവരും മാന്യന്മാരാണ്. ജോലിസ്ഥലത്ത്, അങ്ങാടികളിൽ, സുഹൃത്തുക്കളിടയിൽ ഒരുപക്ഷെ നമ്മളൊക്കെ മാന്യന്മാരാണ്. ഒറ്റക്കാകുമ്പോൾ, ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അവിടെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് തഖ്വ ഉണ്ടാകുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ യൂസുഫിലൂടെ മനോഹരമായ ഒരു വിശദീകരണത്തിലൂടെ അള്ളാഹു ആ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തൻ്റെ യജമാനൻ്റെ ഭാര്യ തെറ്റിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത്, ആരുമില്ല, ആരും കാണാത്തൊരു സമയത്ത്, എല്ലാ വാതിലുകളും കൊട്ടിയടച്ച് ഇങ്ങോട്ട് വാ എന്ന് മോശത്തരത്തിലേക്ക് തന്നെ ക്ഷണിക്കുമ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട്, ഖാല മഅദല്ലാഹ്, ഞാൻ എൻ്റെ രക്ഷിതാവിനോട്, ഞാൻ എൻ്റെ റബ്ബിനോട് ശരണം തേടുന്നു എന്നാണ്. ആ വിശ്വാസമാണ് ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവണം. റബ്ബിനെ പേടിക്കുന്ന ഒരു മനസ്സുണ്ടാകണം. സമൂഹത്തെയല്ല, നാട്ടുകാരെയല്ല, മാതാപിതാക്കളെയല്ല, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനസ്സ് നമുക്കും നമ്മുടെ മക്കൾക്കും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തഖ്വയുള്ളതായിത്തീരും. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് നൽകുന്ന ഉപദേശങ്ങളെ വിശദീകരിക്കുമ്പോൾ അതിലൊരു ഉപദേശം, യാ ബുനയ്യ ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. മോനെ, നീ ചെയ്യുന്ന കാര്യം ഒരു കടുകുമണിയോളം ചെറുതാണെങ്കിൽ പോലും, ഒരു കടുകുമണിയോളം ചെറുതാണെങ്കിൽ പോലും, ആകാശഭൂമികൾക്കുള്ളിൽ നീ എവിടെ വെച്ച് ചെയ്താലും, ഏത് പാറക്കട്ടിലുള്ളിൽ ഒളിപ്പിച്ചു വെച്ചാലും അള്ളാഹ് അത് കൊണ്ടുവരും. അള്ളാഹ് അതിന് ശിക്ഷ നൽകുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ, ആ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ മനസ്സിനെ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്താൻ നമുക്ക് കഴിയണം. അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെടുന്നൊരു മനസ്സുണ്ടാകണം. മായിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്കറിയാം. മായിസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കൽ വന്ന് പ്രവാചകനോട് പറഞ്ഞു, തൊഹീർനി യാ റസൂലല്ലാഹ്, നബിയെ എന്നെ ശുദ്ധീകരിക്കണം, ഞാനൊരു തെറ്റ് ചെയ്തു പോയി. എന്താ തെറ്റ്? വ്യഭിചരിച്ചു എന്ന തെറ്റാണ്. ഇസ്ലാമിക നിയമപ്രകാരം എറിഞ്ഞുകൊല്ലലാണ് ശിക്ഷ. എന്നെ ശുദ്ധീകരിക്കണം, എനിക്ക് ശിക്ഷ നൽകണം എന്നാണ്. പ്രവാചകൻ മായിസ് റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് അയച്ചു, നീ തൗബ ചെയ്യും. മായിസ് റളിയല്ലാഹു അൻഹു വീണ്ടും പ്രവാചകന്റെ അടുക്കൽ വന്നു, തൊഹീർനി യാ റസൂലല്ലാഹ്, നബിയെ എന്നെ ശുദ്ധീകരിക്കണം. വീണ്ടും നബി വീട്ടിലേക്ക് അയച്ചു. മൂന്നാമതും വന്നു തൻ്റെ കുറ്റമേറ്റു പറയണം. അസനൈത യാ മായിസ്, മായിസ് നീ വ്യഭിചരിച്ചിട്ടുണ്ടോ? അതേ പ്രവാചകൻ. എറിഞ്ഞു കൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഞാൻ ആ ചരിത്രം പറഞ്ഞത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവാക്കളെ, എൻ്റെ സഹോദരിമാരെ, എൻ്റെ മാതാപിതാക്കളെ, മായിസ് റളിയല്ലാഹു അൻഹു ചെയ്ത തെറ്റ് ലോകത്തൊരു മനുഷ്യനും കണ്ടിട്ടില്ല, ഒരാളും അറിഞ്ഞിട്ടില്ല. പക്ഷേ പ്രവാചകന്റെ അടുക്കൽ ആട്ടിവിട്ടിട്ടും ആവർത്തിച്ച് പറഞ്ഞു വിട്ടിട്ടും വീണ്ടും പ്രവാചകന്റെ അടുക്കൽ വന്ന് ശുദ്ധീകരിക്കാൻ ആവശ്യപ്പെട്ട മായിസ് റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടത് ലോകരക്ഷിതാവായ റബ്ബിനെയാണ്. ജീവിതത്തിൽ വന്നുപോയൊരു അബദ്ധം, ഈ അബദ്ധം കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നാൽ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന തോന്നൽ, ആ തോന്നലാണ്, ആ വിശ്വാസമാണ്, ആ ഭയമാണ് നമുക്ക് റബ്ബിൽ ഉണ്ടാകേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനസ്സ് നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതം തഖ്വയുള്ളതായി തീരും. വേറെ 5-6 കാര്യങ്ങളും കൂടി ഉണ്ട്, ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഖുതുബകളിലൂടെ നമുക്ക് സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ള, ഈമാനുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ചെയ്ത എല്ലാ നന്മകളും